സ്വന്തം ഭക്ഷണമാണ്, വേറെ ആരും തട്ടിപ്പറിച്ചോണ്ട് പോയില്ല. വേറെ പണിയുള്ളവർക്ക് സ്പീഡ് കുറച്ച് കൂടും. എന്താണാവോ അത്ര വലിയ പണി? പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ബുക്കും വെച്ചിരിക്കും, ചുറ്റും നടക്കുന്നതേ ആ കണ്ണ്. എന്താ അമ്മേത്? മീന്റെ മണം വന്നാൽ ഞാൻ അതിൽ വീഴുന്ന കരുതിയാ നേരത്തെ കഴിക്കാനിരുന്നത്. എന്താ മുനികുമാരി, ഈ ലോകം ഇന്നുകൊണ്ട് അവസാനിക്കാൻ പോകണോ? ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഭദ്രയ്ക്കാവും. ടിവിയിൽ ഇന്നാള് പോത്തിനെ കൊല്ലുന്ന സീൻ കാണിച്ചിരുന്നു, അത് കണ്ട് പേടിച്ചതായിരിക്കും. അതുകൊണ്ടൊന്നും അല്ല, മാംസം കഴിക്കണ നാവില് സംഗീതം വരില്ല. ആര് പറഞ്ഞു? ശാസ്ത്രികള്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ പ്യുവർ വെജ്. നീ ആ പ്ലേറ്റ് മാറ്റിവെക്കേ, ഞാൻ വേറെ തരാം. വേണ്ട, മതി. മോളുടെ കെയർ ഓഫിലാ ഇതൊക്കെ കിട്ടുന്നത്, അത് നിൽക്കും. ഒരാൾക്ക് വേണ്ടി നോൺ വെജ് ഇവിടെ വെക്കുന്നില്ല. ഞാൻ പുഴയിൽ പോയി കുളിച്ചോട്ടെ? നിനക്കെന്താ കിറുക്കാണോ ഭദ്രേ? ഞാനെമ്പാളും കൂട്ടുകാരൻ പുലർച്ചെ പുഴ പോയിട്ടാ കുളിക്കുക. അവർക്ക് ശീലം ഉണ്ടാവും, അത് കഴിഞ്ഞ അമ്പലത്തിൽ എന്തെങ്കിലും പണിയുണ്ടാവും. വെളുപ്പിന് തണുത്ത വെള്ളത്തിൽ സാധകം ചെയ്യണത് നല്ലതാത്രേ. നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ഞാനും. ഇത്തിരി ബുദ്ധിമുട്ടിയാലും ശ്രമിച്ചാൽ നല്ലതാന്ന് ശാസ്ത്രികളും പറഞ്ഞു. ஏய், வேக ட்ரெஸ் சேஞ்ச் பண்ணுங்க. வெட்டம் வரதுக்கு முன்னாடியே இந்த இடம் விடணும். அல்லேனா நம்ம மேத்தா ஆம்பளல கண்ணு. சும்மா இரு கண்ணா, இங்க அப்படி ஒண்ணும் இல்ல. ஒண்ணுமே பயப்பட வேண்டாம். பார்த்தது போதும். யாராவது கண்டா உங்களுக்கு ஒரு ചെന്ന നിനപ്പേ. എന്ത് മന്ത്രം അത്? ഉറക്കെ ചൊല്ലിക്കൂടെ? അപ്പൊ നമുക്കും കേൾക്കാലോ. ഗായത്രി മന്ത്രം ദിനവും 1008 ആവർത്തി ഉരുവിടുവാർ അവർ. ആറ്റുതണിയിൽ 336. പൂജയ്ക്ക് മുന്നാടിയെ കോയിൽ എത്ത വേണ്ടാമാ, അതുതാൻ എന്താ സ്പീഡ്. വായിച്ചു നോക്കാമോ? ഇത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂകൾക്ക് എത്ര കിനാക്കളുണ്ടായിരിക്കും. സന്ധ്യാംബരത്തിന്റെ മിഴിവിളക്കിൽ അവയെത്ര അഴകുള്ളതായിരിക്കും. സന്ധ്യാംബരത്തിന്റെ മിഴിവിളക്കിൽ എന്തോ ഒരു സുഖക്കുറവുണ്ടല്ലേ? താളത്തിന് കുഴപ്പമൊന്നുമില്ല, എന്തോ ഒരു ചേർച്ചക്കുറവ്. സന്ധ്യാംബരത്തിന്റെ മന്ദസ്മിതങ്ങളിൽ അവയെത്ര അഴകുള്ളതായിരിക്കും. വെരി ഗുഡ്. ഒന്നിനും ശ്രദ്ധയില്ലാതെ ഭക്ഷണം കൂടി വേണ്ടാന്ന് വെച്ച് മുറിയടച്ചിരിക്കുന്ന കണ്ടപ്പോഴേ തോന്നി ഈ നെമിനയിലോ കാളന്തിയിലോ വിളയാടാൻ പോയിട്ടുണ്ടാവുന്നു. എന്താണ് ഇന്ന് മോളെ ഇത്ര സന്തോഷിപ്പിച്ചത്? ഞാൻ ഇന്ന് തടാകത്തിനടുത്ത് കുറെ പൂക്കൾ കണ്ടു. അപ്പൊ തോന്നിയത് കുറിച്ചൊന്നു മാത്രം. അച്ഛാ, ചോക്ലേറ്റ് 2 അക്കൗണ്ടിലെ പോട്ടുക. ശരി ഡാക്ടർ. അമ്മേ, വിശക്കണോ? ഞാൻ ഇവിടെ ഉണ്ട്. കയ്യും മുഖം കഴിയിട്ട് ഒന്ന് കഴിച്ചാൽ മതി. ഇത് കണ്ടോ? അയ്യേ, എന്തൊക്കെ എഴുതി കൂട്ടിയിരിക്കണേ. ഇത്രയ്ക്ക് തരം താഴാമോ? ഒരു സബ് സ്റ്റാൻഡേർഡ് കവിത. ജീവിത നിരീക്ഷണം ഇല്ല. ഒരു കുഞ്ഞു പൂവ്. ആരായി ഭദ്രനായര്? ഭദ്രനായരോ? നോക്കട്ടെ നോക്കട്ടെ. ആരാ ഇത് അയച്ചു കൊടുത്തേ? ആരാ? സത്യമായിട്ടും ഞാനൊരു ശുപാർശയ്ക്കും പോയില്ല, വെറുതെ അയച്ചു കൊടുത്തു. ബാബു ഒന്ന് വിളിച്ചപ്പോഴാണ് അറിയുന്നത് ഈ ലക്കത്തിലുണ്ടെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? 2 അഭിപ്രായമുണ്ട്. എന്തോന്നാ 2 അഭിപ്രായം? ഒന്ന് പോരാ. പിന്നെ പിന്നെ പോരാ അല്ലേ?
ചിലപ്പോ ഡോക്ടർ മാധവൻ നായർ ഭദ്രൻ നായരുടെ അച്ഛൻ എന്ന നിലയിൽ അറിയപ്പെടാൻ സാധ്യതയുണ്ട്. വാരികയിൽ ഫോട്ടോ അച്ചടിച്ചു വന്നുകൊണ്ട് ആളെ പിടിയിട്ടു. കവിത ഇങ്ങനെ പാടാനുള്ളതല്ലാന്നറിയാം, എങ്കിലും എന്റെ തൊഴിൽ വെച്ച് ഞാൻ ഒരു രാഗത്തിലേക്ക് ഇട്ടു. കവിത മോശാക്കിയില്ലല്ലോ. എന്റെ കവിതയ്ക്ക് ഇത്ര അർത്ഥമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നീലാംബരി രാഗമെന്ന് പാടാമോ? അത് കേൾക്കാനാണ് എനിക്കേറെ ഇഷ്ടം. എന്തിനെന്നോ എന്റെ മനസ്സിൽ കവിത പിറക്കാൻ. നീലാംബരി പെയ്തിറങ്ങിയ പുഴയിൽ ഒരു സൂര്യൻ ഒളിച്ചിരിപ്പുണ്ട്. പെയ്തൊഴിയാൻ വിങ്ങുന്ന മഴ. ഏത് രാഗമാണ് അതിനൊരു കൊടുങ്കാറ്റാവുക? കൂട്ടുകാരോടെ ഞാൻ നേരത്തെ പോന്നു. ഏയ്, ഇതില് പറഞ്ഞത് മറക്കണ്ടാട്ടോ. രാത്രി നിറയെ ജോലി ഉണ്ടായിരുന്നു. ആരുടെ വന്നിരുന്നല്ലോ വീട്ടില്? മാമ മാമി എല്ലാം ഊരിൽ നിന്ന് വന്നിരുന്നു. ഇന്ന് ആകാശത്തിൽ കത്തിയെരിയുന്ന മുഖം എന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? കിനാവള്ളി പോലെ എന്നെ വരിയുന്ന ഈ കൈകൾ ആരുടേതാണ്? എൻ്റെ മുറിയുടെ നിശബ്ദതയിൽ ചുണ്ടിൽ ചുണ്ടമർത്തിയത് ആരാണ്?